DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 29 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. അടുത്ത അറിയിപ്പ്, ആധാർ കാർഡിലെ വിവരങ്ങൾ സൗജന്യമായി പുതുക്കുവാനുള്ള സമയപരിധി 2027 ജൂൺ 14 വരെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നീട്ടിയിട്ടുണ്ട്. മുൻപ് ഇത് 2026 ജൂൺ 15 വരെയായിരുന്നു. ആധാർ എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞവർക്ക് മൈ ആധാർ പോർട്ടൽ വഴി സ്വന്തമായി വിവരങ്ങൾ പുതുക്കുന്നതിന് മാത്രമാണ് ഈ സൗജന്യ ആനുകൂല്യം ലഭിക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴി പുതുക്കുന്നതിനും ബയോമെട്രിക്സ് ഫോട്ടോ പുതുക്കുന്നതിനും നിശ്ചിത ഫീസ് നൽകണം. കുട്ടികളുടെ കാര്യത്തിൽ 5 വയസ്സിലും 15 വയസ്സിലും നിർബന്ധമായും ബയോമെട്രിക് അപ്ഡേഷൻ നടത്താൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, രാജ്യത്ത് കനത്ത പണപ്പെരുപ്പം തുടരുന്ന സാഹചര്യത്തിൽ വരാനിരിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ സൂചന നൽകുന്നുണ്ട്. ജൂൺ 3 മുതൽ 5 വരെ നടക്കുന്ന ഈ നിർണായക യോഗത്തിൽ ഉടനടി വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും വിപണിയിലെ പണപ്പെരുപ്പ സമ്മർദ്ദം കാരണം വരും മാസങ്ങളിൽ നിരക്കുകൾ ഉയർത്താൻ RBI നിർബന്ധിതരായേക്കും. മുൻപ് പലിശ നിരക്കുകളിൽ കുറവുണ്ടായിരുന്ന അനുകൂല സാഹചര്യം അവസാനിക്കുന്നതോടെ വായ്പ എടുത്തിട്ടുള്ള സാധാരണക്കാരുടെ പ്രതിമാസ തിരിച്ചടവ് തുകയെ ഇത് നേരിട്ട് ബാധിക്കും. ചുരുക്കത്തിൽ വരും ദിവസങ്ങളിൽ ഭവന, വാഹന വായ്പകൾ ഉൾപ്പെടെയുള്ളവയുടെ പലിശഭാരം വർദ്ധിക്കുവാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അടുത്തറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാം ഗഡുവായ 2000 രൂപ ജൂൺ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന അറിയിപ്പുകളൊക്കെ എത്തുന്നുണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്നീ 4 മാസങ്ങളിലെ തുകയായ 2000 രൂപയാണ് കാലാവധിയുടെ 3ാം മാസമായ ജൂൺ മാസത്തിൽ എത്തുമെന്ന സൂചനകളൊക്കെ എത്തുന്നത്. തുക അക്കൗണ്ടിൽ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി കർഷകർ ചില അടിയന്തര കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തവണ കർഷകർ അക്ഷയ അല്ലെങ്കിൽ CSC കേന്ദ്രങ്ങൾ വഴി കരമടച്ച രസീതും തിരിച്ചറിയൽ രേഖകളും നൽകി അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത് കർഷക ID നിർബന്ധമായും എടുത്തിരിക്കണം. ഇതിനോടൊപ്പം തങ്ങളുടെ KYC, ഭൂമി സംബന്ധമായ വിവരങ്ങൾ കൃത്യമാക്കുന്ന ലാൻഡ് സീഡിംഗ്, ബാങ്ക് അക്കൗണ്ടിലെ ആധാർ, DBT അനുമതി എന്നിവ പൂർണ്ണമാണെന്ന് pmkisan.gov.in പോർട്ടലിലെ നോ യുവർ സ്റ്റാറ്റസ് വഴി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലാത്തവരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഒരേ കുടുംബത്തിൽ ഒന്നിലധികം പേർ ആനുകൂല്യം വാങ്ങുന്നവരുടെയും 2019 ഫെബ്രുവരിക്ക് ശേഷം ഭൂമി കൈമാറ്റം കിട്ടിയവരുടെയും അക്കൗണ്ടുകൾ വെരിഫിക്കേഷനായി താൽക്കാലികമായി തടഞ്ഞു വെച്ചിട്ടുള്ളതിനാൽ കർഷകർ പുതുക്കിയ ബെനഫിഷ്യറി ലിസ്റ്റ് പരിശോധിച്ച് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസുമായോ കൃഷിഭവനുമായോ ഹെൽപ്പ് ഡെസ്ക് വഴിയോ ബന്ധപ്പെട്ട് ജൂൺ മാസത്തെ വിതരണത്തിന് മുൻപായി പരാതികൾ പരിഹരിക്കേണ്ടതാണ്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്തെ മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് 30, അതായത് നാളെ വരെയാണ് ഉണ്ടാവുക. അതിനാൽ ഇനിയും മെയ് മാസത്തെ റേഷൻ വിഹിതം വാങ്ങാത്തവർ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.